വയനാട് ലക്കിടിയിൽ ഇന്നലെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. മലപ്പുറം സ്വദേശി CP ജലീലാണ് കൊല്ലപ്പെട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കണ്ണൂർ റേഞ്ച് IGയുടെ നേതൃത്വത്തിൽ രാവിലെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേർന്നു. ഇന്നലെ രാത്രിയാണ് ദേശീയപാതയോരത്തെ സ്വകാര്യ റിസോർട്ടിൽ ആയുധധാരികളായ 3-അംഗ സംഘം എത്തിയത്. മുജീബ് റഹ്മാനുണ്ട് വിവരങ്ങൾ നൽകാൻ. മുജീബ്, കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അഞ്ജിത, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി CP ജലീലാണ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുകയാണ്. അതേസമയം പോലീസ് IG അല്പസമയത്തിനകം അതിൻ്റെ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങൾ അറിയിക്കുമെങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കൊല്ലപ്പെട്ടത് CP ജലീൽ എന്ന മാവോയിസ്റ്റ് നേതാവ് തന്നെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഉപവൻ റിസോർട്ടിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കടന്നിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിനുടെ കരയിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം. പിന്നീട് പോലീസ് എത്തി. ഇപ്പോൾ രാവിലെ ഒരു 10:30 കൂടി തന്നെ പോലീസ് സംഘം ഈ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയിരുന്നു. വയനാട് ജില്ലാ സബ് കളക്ടർ ഉമേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. മലപ്പുറം പോലീസ് അയൽ ജില്ലകളിൽ നിന്നുള്ള പോലീസ് സേനയും അതുപോലെ തന്നെ വയനാട് പോലീസ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. 30-അംഗ മാവോയിസ്റ്റ് വിരുദ്ധ സംഘം അല്ലെങ്കിൽ 30-അംഗ തണ്ടർബോൾട്ട് സംഘം ഇപ്പോൾ ഈ ഒരു വനത്തിനകത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജലീലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടതാണ് ആണ് പോലീസ് നൽകുന്ന വിവരം. ഈ ഒരു റിസോർട്ടിൻ്റെ പിറകുവശത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യമായി ഇവർ രാത്രി 7:30 മണിയോടുകൂടി എത്തിച്ചേർന്നത്. 2 പേരാണ് എത്തിച്ചേർന്നത് എന്നതാണ് റിസോർട്ട് ജീവനക്കാർ നൽകുന്ന വിവരം. ഈ 2 പേർ അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. പക്ഷെ 10 പേർക്കുള്ള ഭക്ഷണമാണ് ഇവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായേക്കാം എന്ന ഒരു സൂചനയും പോലീസിനുണ്ട്. ഏതായിരുന്നാലും വനത്തിലേക്ക്, അതിൻ്റെ പിറകിലേക്ക് കാണുന്ന വലിയൊരു മലയാണ്, അതിനപ്പുറത്തേക്ക് വലിയ കാടുകൾ തന്നെയാണ്. ഈ കാട്ടിലൂടെ വനത്തിലേക്ക് മാറിയതാകാം മറ്റുള്ളവരെന്നാണ് സൂചന. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ലോകേഷ് മദൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിയായ മാവോയിസ്റ്റാണ് എന്നും അദ്ദേഹത്തിന് കാര്യമായി തന്നെ വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇദ്ദേഹം ഈ കാട്ടിലേക്ക് മറിയുകയായിരുന്നു രാത്രിയിൽ. പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അല്പസമയത്തിനകം പോലീസ് IG പുറത്തിറങ്ങുകയും നമുക്ക് അത് സംബന്ധമായ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തണ്ടർബോൾട്ട് സംഘവും പോലീസ് സേനയും വളരെ ശക്തമായി തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലും അതിന് പുറത്തും ലക്കിടിയിലും വൈത്തിരിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ഒരു സാന്നിധ്യമായി പോലീസും തണ്ടർബോൾട്ട് സംഘവും ഇപ്പോഴും സ്ഥലത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ഒക്കെ പുറമെ ഇപ്പോൾ നമുക്ക് CP ജലീലിൻ്റെ ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും അല്പസമയത്തിനകം കൽപ്പറ്റയിലെ പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒട്ടേറെ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉള്ള മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ IG ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നൽകും. ഉച്ചയോടുകൂടി മൃതദേഹം ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുജീബ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് മലപ്പുറം സ്വദേശി CP ജലീൽ എന്ന മാവോവാദി നേതാവാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.